ഫ്ലേവേഴ്സ് ഓഫ് ബിന്ദുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ പെരുന്നാളിന് ഒരു കിടിലൻ ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിനായി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലോട്ട് മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് നാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലോട്ട് എണ്ണ ചേർത്ത് കടുക്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് വഴറ്റിയതിന് ശേഷം പച്ചമുളക്, വലിയുള്ളി, ചെറിയുള്ളി, കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. വഴറ്റിയ ഉള്ളിയിൽ നിന്ന് 2 സ്പൂൺ സെപ്പറേറ്റായി മാറ്റി വയ്ക്കാം. വഴറ്റിയ ഉള്ളിയിലോട്ട് തക്കാളി, മല്ലിയില, പുതിനയില ഇട്ട് വഴറ്റാം. ഒരു പാനിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലപ്പൊടിയും ചേർത്ത് മൂപ്പിച്ചെടുത്ത് വഴറ്റി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം ഒന്ന് മിക്സായി വന്നതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇളക്കി അടച്ചു വെച്ച് തക്കാളി ഉടഞ്ഞു വരുന്നത് വരെ വേവിച്ചെടുക്കാം. നേരത്തെ മാറ്റി വെച്ച ഉള്ളിയിലോട്ട് 1 സ്പൂൺ പെരിഞ്ജീരകവും കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് വെള്ളവും ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കാം. അരച്ച പേസ്റ്റ് നമുക്ക് ഈ ഗ്രേവിയിലോട്ട് ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കിയ ശേഷം കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും ഇട്ട് ഇളക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ടത് നമ്മുടെ ഗ്രേവിയിൽ ചേർത്ത് ഇളക്കി ഒരു 15 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ അതിലോട്ട് കസ്തൂരി മേത്തിയും മല്ലിയിലയും ഇട്ട് സെർവിങ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മളുടെ പെരുന്നാൾ സ്പെഷ്യൽ ചിക്കൻ കറി തയ്യാറായിട്ടോ. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.